ഹായ്, എന്താ പേര്? അസിൻ പ്രദീപ്. ഓക്കെ, എവിടെയാണ്? നാട്ടില് കണ്ണൂർ. കണ്ണൂരാണല്ലേ? ഓക്കെ, ഞാനും കണ്ണൂരാണ്. പിന്നെ ഇവിടെ ബാംഗ്ലൂർ മടിവാളയിൽ. മടിവാള അല്ലേ? അടിപൊളി. പിന്നെ പഠിച്ചതൊക്കെ ഇവിടെയാണോ? ഇല്ല, പഠിച്ചതൊക്കെ നാട്ടിലാണ്. കണ്ണൂർ തന്നെ. കണ്ണൂര് ജോബിന്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നാണ് അല്ലേ? ഞാനൊരു സിറ്റുവേഷൻ തരാം. +2 പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഗ്യാങ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഉള്ള ഒരു കുട്ടിയായിട്ട് എന്തോ ഒരു റീസൺ കാരണം ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ആയിട്ടുണ്ട് ഇപ്പോൾ എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല, അതായത് എന്ത് റീസണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്തോ ഒരു റീസൺ കൊണ്ട് അത് കണക്ഷൻ ബ്രേക്കായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ പേര് ഒന്ന് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ആ പേര് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഈ ജസ്റ്റ് ഇതിനകത്തൊന്ന് എഴുതുക. എന്നെ കാണിക്കണ്ട, ഇതിനകത്തൊന്ന് എഴുതിയാൽ മതി. എന്നെ കാണിക്കണ്ട. ഓക്കെ. ആ പേരിൽ മാത്രം ജസ്റ്റ് ഫോക്കസ് ചെയ്യും. ഓക്കെ, അത് ആ പേപ്പർ കീറിയിട്ട് ഫോൾഡ് ചെയ്ത് കയ്യിൽ വെക്കുക. ഒരു തരത്തിൽ ഒരു ക്ലൂ തരണ്ട. ഓക്കെ, അപ്പോൾ ഒരു ചാൻസും ഇല്ല എനിക്ക് അറിയാനായിട്ട്, അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലാണ് അതെല്ലാം. അപ്പോൾ ഞാൻ ഒരു സിറ്റുവേഷൻ തരാം. ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. ഒരു കാര്യം ചെയ്യും, ഞാനൊരു പാട്ട് പ്ലേ ചെയ്ത് തരാം. അപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ഒന്ന് കണ്ണടച്ചിട്ട് അയാളെ മാത്രം ഒന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബസ്സിൽ. അപ്പോൾ ഒരു സിഗ്നലിൽ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വിൻഡോ സൈഡിൽ. ഓപ്പോസിറ്റ് സൈഡിൻ്റെ വേറൊരു ബസ്സിൽ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ആ കുട്ടീനെ കണ്ടു, എന്നിട്ട് പെട്ടെന്ന് വിളിക്കുകയാണ്, ഹായ് മേഘന. പേരൊന്ന് കാണിക്കുമോ ഇതിനകത്ത്? നിങ്ങൾ ഞാൻ പറഞ്ഞതും മേഘന അല്ലേ? മേഘന എന്നാണ് ആള് വിചാരിച്ച. ഏകദേശം കറക്റ്റാണ്. താങ്ക് യു സോ മച്ച്.